നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ വ്യാജമദ്യ ദുരന്തം തടയുന്നതിനായി എക്സൈസ്, പോലീസ്, റവന്യൂ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ കായംകുളത്ത് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പരിശോധന ഊർജിതമാക്കും. തെരഞ്ഞെടുപ്പ് ആക്രമണങ്ങളിൽ പ്രതിഷേധം. വിജയം ആക്രമണത്തിനുള്ള ലൈസൻസായി LDF കാണരുതെന്ന് DCC പ്രസിഡന്റ്. കരിമുളയ്ക്കലിലെ ആക്രമണത്തിനെതിരെ CPM യോഗം നടത്തി. ശനിയാഴ്ച ജില്ലയിൽ 465 പേർക്ക് കൂടി കോവിഡ്. 447 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിൽ 24 പേർക്ക് കോവിഡ്. കായംകുളം ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് റോഡ് ജനുവരിയിൽ നാടിന് സമർപ്പിക്കുമെന്ന് U പ്രതിഭ MLA. കിഫ്ബി വഴി 20 കോടിയാണ് മുതൽ മുടക്ക്. വാർത്തകൾ വിശദമായി. എക്സൈസ് കായംകുളം റേഞ്ചിന്റെ നേതൃത്വത്തിൽ വ്യാജ മദ്യ, കഞ്ചാവ്, മയക്കുമരുന്ന് വിപണനത്തിനെതിരെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ മുൻനിർത്തിയാണ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അനീർ ഷാ അറിയിച്ചു. കായംകുളം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരത്തിന്റെ ഭാഗമായി വ്യാജമദ്യ, കഞ്ചാവ്, മയക്കുമരുന്ന് വിൽപ്പനയും ശേഖരണവും തടയുന്നതിനായി പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്നുകൊണ്ട് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് എക്സൈസ് കായംകുളം റേഞ്ച് ഇൻസ്പെക്ടർ അനീർ ഷാ സീഡിനെറ്റിനോട് പറഞ്ഞു. പട്രോളിംഗ്, രാത്രികാല പരിശോധന, സംശയമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക നിരീക്ഷണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. റേഞ്ചിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളിൽ പരിശോധന കർശനമാക്കും. എല്ലാ ഏരിയയിലും സംഘം സഞ്ചരിക്കും. എല്ലാ ദിവസവും സ്പെഷ്യൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് പ്രവർത്തിക്കും. വ്യാജമദ്യ ദുരന്തങ്ങൾ ഒരു കാരണവശാലും പ്രദേശത്ത് സംഭവിക്കാൻ പാടില്ല. എല്ലാവരും ജാഗ്രത പാലിക്കണം. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് എക്സൈസ് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കായംകുളത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തും. കൊച്ചിയുടെ ചെട്ടി, കനകക്കുന്ന്, മുതുകുളം, പുല്ലുകുളങ്ങര, കണ്ടല്ലൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. എല്ലാവർക്കും പരാതികൾ ഇൻസ്പെക്ടറെ മൊബൈൽ ഫോണിൽ വിളിച്ച് അറിയിക്കാം. വരും ദിവസങ്ങളിൽ ജാഗ്രത പാലിച്ച് സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളം എക്സൈസ് റേഞ്ച് പാർട്ടി പട്രോളിംഗ് ശക്തമാക്കിയിട്ടുള്ളതും രാത്രികാല വാഹന പരിശോധനയും സംശയാസ്പദമായിട്ടുള്ള വീടുകളും അതേപോലെ തന്നെ സംശയാസ്പദമായ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ ശക്തമാക്കിയിട്ടുണ്ട്. കായംകുളം റേഞ്ച് പാർട്ടി, പോലീസ് പാർട്ടിയും റവന്യൂവുമായിട്ട് ചേർന്ന് കമ്പൈൻ റെയ്ഡും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. കായംകുളത്തിൻ്റെ വരുന്ന 5 പഞ്ചായത്തുകളുടെ എല്ലാ ഏരിയകളിലും രാത്രികാല നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതേകൂട്ട് തന്നെ നമ്മുടെ ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം പ്രവർത്തിച്ചു വരുന്നു. കായംകുളം എക്സൈസ് ഇൻസ്പെക്ടറുടെ ഒഫീഷ്യൽ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് 94 30 69 505 ആണ്. ആ നമ്പറിലേക്ക് എന്ത് പരാതിയും വിളിച്ച് നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായി അറിയിക്കാവുന്നതാണ്. അതിൽ ശക്തമായ നടപടി ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടൻ തന്നെ നടപ്പിൽ വരുന്നതായിരിക്കും. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം. ഒറ്റയ്ക്ക് താമസിച്ച ദളിത് യുവതിക്ക് നേരെ ആക്രമണമുണ്ടായതായി പരാതി. കൃഷ്ണപുരം പുള്ളിക്കണക്ക് ചാലക്കൽ പുത്തൻകണ്ടത്തിൽ സരിതയാണ് ആക്രമണത്തിനിരയായത്. 30ഓളം വരുന്ന സംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് സരിത പറയുന്നു. അയൽപ്പക്ക തർക്കത്തിന്റെ പേരിൽ ഒറ്റയ്ക്ക് താമസിച്ച ദളിത് യുവതിക്ക് നേരെ ആക്രമണമുണ്ടായതായി പരാതി. കൃഷ്ണപുരം പുള്ളിക്കണക്ക് ചാലക്കൽ പുത്തൻകണ്ടത്തിൽ സരിതയാണ് ആക്രമണത്തിനിരയായത്. കഴിഞ്ഞ 16-നായിരുന്നു സംഭവം. തർക്കത്തിനിടെ സരിതയ്ക്ക് നേരെ ആദ്യ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. സംസാരത്തിനിടെ ഒരാൾ സരിതയുടെ ദേഹത്തേക്ക് തിളച്ച വെള്ളം കോരി ഒഴിക്കുകയായിരുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വൈകിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് 30ഓളം വരുന്ന സംഘം വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടതെന്ന് സരിത പറയുന്നു. അയൽവാസിയുടെ ബന്ധുവായ BJP പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തന്നെ ആക്രമിച്ചതെന്നും സരിത പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ വിഷയം ഗൗരവമായി എടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും സരിത ആരോപിക്കുന്നു. 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാം, നഷ്ടപരിഹാരത്തിൻ്റെ പേര് മേടിച്ചുകൊണ്ട് നിങ്ങൾ കേസിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രതികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ പട്ടികജാതിപ്പെട്ട ഒരു ആളാണ്. എനിക്കൊരു നിവൃത്തിയില്ലാത്ത ഒരു ആളാണ്. എനിക്ക് ജീവിക്കാനൊന്നും ഒരു
ഗതിയില്ലാത്തതാണ്. എനിക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ 5 സെൻറ്റ് വസ്തുവാണ്. അവിടെയാണ് ആ വസ്തുവിലാണ് ഞാൻ പെരയൊക്കെ വെച്ചിരിക്കുന്നത്. ബ്ലോക്കിൽ നിന്ന് തന്നെ വീടൊക്കെയാണ്. കറണ്ട് പോലും ഇല്ലാത്ത വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. CDN ന്യൂസ് കായംകുളം. ഓച്ചിറ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ചങ്ങൻകുളങ്ങര SRUPS സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ്. 1391 ഓച്ചിറ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചങ്ങൻകുളങ്ങര SRUPS സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നിലവിൽ കോൺഗ്രസ് പാനലിൽ ഇതിൽ മുൻ പ്രസിഡന്റ് അമ്പാട്ട് അശോകന്റെ നേതൃത്വത്തിലും ഇടതുമുന്നണിയുടെ പാനലും NDA പാനലുമാണ് മത്സരരംഗത്തുള്ളത്. ആകെ 11 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. 4176 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. ഓച്ചിറ CI R പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് നടക്കുന്നത്. CDN ന്യൂസ് ഓച്ചിറ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് നാട്ടിൽ ആക്രമണം നടത്താനുള്ള ലൈസൻസായി LDF കാണരുതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. കായംകുളം നഗരസഭ 3-ാം വാർഡിൽ CPI കുടുംബത്തിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തെ ലിജു അപലപിച്ചു. ക്രമസമാധാന തകർച്ചയുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പോലീസ് ശക്തമായി നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് നാട്ടിൽ ആക്രമണം നടത്താനുള്ള ലൈസൻസായി LDF കാണരുതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. കായംകുളം നഗരസഭ 3-ാം വാർഡിൽ CPI അനുഭാവമുള്ള കുടുംബത്തിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായി അപലപിക്കുന്നതായി M. ലിജു പറഞ്ഞു. വാർഡിൽ CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. വാർഡിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിച്ച സാഹചര്യത്തിൽ വീടിനകത്ത് കയറി വനിതകൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം നടത്തിയ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളിട്ട് അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ലിജു പറഞ്ഞു. വീട്ടിനകത്തേക്ക് കയറി വന്ന് വനിതകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നവരെ ജാമ്യം കിട്ടുന്ന വകുപ്പ് ഉപയോഗിച്ച് സംരക്ഷിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് സംസ്ഥാന തലത്തിൽ മുൻതൂക്കം ഉണ്ടായി എന്നതുകൊണ്ട് അത് LDF പ്രവർത്തകർക്ക് സംസ്ഥാന വ്യാപകമായി അക്രമം നടത്താനുള്ള ലൈസൻസ് അല്ല. കായംകുളത്ത് ഇത്തരം അക്രമ പ്രവർത്തനങ്ങളെ പോലീസ് അതിശക്തമായി നേരിടണം. ക്രമസമാധാന തകർച്ച ഉണ്ടാകാൻ നോക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും ഭരണകൂടത്തിനുമുണ്ട്. ഈ ഒരു അക്രമത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി അപലപിക്കും. ക്രമസമാധാന തകർച്ച ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പോലീസ് ശക്തമായി നേരിടണമെന്നും ലിജു പറഞ്ഞു. CDN ന്യൂസ് കായംകുളം. കായംകുളം നിയോജക മണ്ഡലത്തിലെ മികച്ച നിർമ്മാണമായ ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. ജനുവരിയിൽ റോഡ് നാടിന് സമർപ്പിക്കും. 20 കോടിയാണ് മുതൽ മുടക്ക്. കായംകുളം നിയോജക മണ്ഡലത്തിലെ തന്നെ മികച്ച നിർമ്മാണമായ ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. കിഫ്ബി മുഖേന 20 കോടി രൂപ വിനിയോഗിച്ചാണ് 3 ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗുണം ലഭിക്കുന്ന ഈ റോഡ് നിർമ്മിക്കുന്നത്. ആകെ 8 കിലോമീറ്ററാണ് റോഡിന്റെ ദൈർഘ്യം. ജനുവരി മാസത്തിൽ റോഡ് നാടിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് U. പ്രതിഭ MLA പറഞ്ഞു. നമ്മുടെ ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡ് കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കിഫ്ബി പദ്ധതിയാണ്. 20 കോടി രൂപയുടെ 8 കിലോമീറ്റർ റോഡാണ്. ശരിക്കും പറഞ്ഞാൽ 3 പഞ്ചായത്തുകൾക്ക് സഹായകരമായിട്ടുള്ള ഒരു റോഡാണ്. അതിൽ നമ്മുടെ മലയിൽമുക്ക് ഭാഗത്തുണ്ടായിരുന്ന ഒരു പാലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ BSNL കേബിൾ കണക്ഷൻസ് ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇടപെട്ടതിന് ശേഷമാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ റോഡ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടൊരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അത് തുറന്നു കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ചില എൻക്രോച്ച്മെൻറ്റുകളുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഡ്രെയിനേജ് സ്ഥലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഇടയ്ക്ക് വന്നുകൊണ്ട് മാത്രമാണ് അത് കുറച്ച് ഡിലേ ആയത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ആ റോഡ് പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ന്യൂ ഇയറിൽ അത് ഗിഫ്റ്റായിട്ട് തീർച്ചയായിട്ടും കായംകുളം മണ്ഡലത്തിലെ കിഫ്ബിയുടെ മനോഹരമായ റോഡായിരിക്കും തുറന്നു കൊടുക്കുന്നത്. ഏകദേശ നിർമ്മാണം പൂർത്തീകരണ ഘട്ടമായപ്പോഴാണ് മലയിൽമുക്കിന് സമീപത്തെ പഴയ പാലവും ഇതുവഴിയുള്ള BSNL കേബിളുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും നിർമ്മാണത്തിന് തടസ്സമായി മാറിയത്. എന്നാൽ നിരന്തരം അധികൃതരുമായി ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് പാലം പൊളിച്ചു നീക്കി കേബിളുകളും പൈപ്പ് ലൈനുകളും നീക്കി നിർമ്മാണം പുരോഗമനത്തിലായത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരനുമായി ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തിയിരുന്നു. കിഫ്ബിയുടെ ഏറ്റവും മനോഹരമായ നിർമ്മാണമാണ് ഇതെന്നും MLA വ്യക്തമാക്കി. CDN ന്യൂസ് കായംകുളം. ആലപ്പുഴ ജില്ലയിൽ 465 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ വിദേശത്തു നിന്നും എത്തിയതാണ്. 447 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 16 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 262 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 49,339 പേർ രോഗമുക്തരായി. 4,204 പേർ ചികിത്സയിലുണ്ട്. കായംകുളം മണ്ഡലത്തിൽ 24 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 12 പേർക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 6 പേർക്കും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും കോവിഡ് ബാധിച്ചു. അതേസമയം 23 പേർക്ക് രോഗം ഭേദമായി. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10 പേർക്കുൾപ്പെടെയാണ് രോഗം ഭേദമായത്.
കായംകുളം മണ്ഡലത്തിൽ 24 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 12 പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 6 പേർക്കും കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും ചെട്ടികുളങ്ങര പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ ആൾക്ക് വീതവും രോഗം ബാധിച്ചു. അതേസമയം മണ്ഡലത്തിൽ 23 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. കായംകുളം നഗരസഭാ പരിധിയിൽ 2 പേർക്കും കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിൽ 10 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 5 പേർക്കും ഭരണിക്കാവ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 3 പേർക്ക് വീതവും രോഗമുക്തി ഉണ്ടായി. ഇതോടെ മണ്ഡലത്തിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 4304 3996 പേർക്ക് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട്. 264 പേർ ചികിത്സയിലാണ്. 43 പേർ കോവിഡ് ബാധിച്ച് മണ്ഡലത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. CDN ന്യൂസ് കായംകുളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CDN ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. കേരളത്തിൽ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം. ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. ആദായ വിലയുടെ അവസാന വാക്ക് ഒലിവ് ഫർണിച്ചർ. ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് അവരവരുടെ വീട്ടിലെത്തും. ഇതിലും വിലക്കുറവിൽ മറ്റെങ്ങും കിട്ടില്ല. ഒലീവിലേക്ക് വരൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കൂ. ഒലീവ് ഫർണിച്ചർ, സത്രത്തിൽ ബിൽഡിംഗ്, KP റോഡ്, മൂന്നാംകുറ്റി, കായംകുളം. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും ആക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും. ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ ആക്സസറീസുകളുടെ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത. ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ്. ഈ കളക്ഷനുമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ഡിജിറ്റൽ ശൃംഖല മൈജി ഇനി നിങ്ങളുടെ തൊട്ടരികിൽ. അതെ, നവംബർ 7 ശനിയാഴ്ച മുതൽ കായംകുളവും സൂപ്പർ ഡിജിറ്റലാകുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മികച്ച ഓഫറുകളോടെയും ഡിസ്കൗണ്ടുകളോടെയും, ഒപ്പം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഗാഡ്ജറ്റ് റിപ്പയർ ആൻഡ് സർവീസ്. വിശ്വാസത്തിന്റെ, സേവന മികവിന്റെ ഈ പുത്തൻ ഡിജിറ്റൽ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ജെമിനി ട്രേഡേഴ്സ്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്ടുറുമാലിനൊപ്പം. പട്ടുറുമാൽ വെഡ്ഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം.
നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 7175 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 180 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 892 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിലുള്ളത് 2346 പേരാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 7175 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 180 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 892 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലാണ്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 2346 പേരാണ്. 129 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 262 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. 1039 പേരാണ് ആകെ ആശുപത്രി നിരീക്ഷണത്തിൽ ഇപ്പോൾ കഴിയുന്നത്. 674 പേരെ ക്വാറന്റൈനിൽ പുതിയതായി പ്രവേശിപ്പിച്ചു. 628 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. 3,15,314 പേർ ജില്ലയിൽ ഇതുവരെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം. കരിമുളയ്ക്കലിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കുഴിവിള ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കരിമുളയ്ക്കലിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കരിമുളയ്ക്കൽ ഗ്രാമശ്രീ ഗ്രാമീണ വായനശാലയിൽ ഇരിക്കുകയായിരുന്ന 7ഓളം പ്രവർത്തകർക്ക് നേരെയാണ് RSS സംഘം കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണം നടത്തിയത്. വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ പ്രദേശത്ത് ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും നടത്തിയതിനു ശേഷം വായനശാലയിൽ ഇരിക്കുകയായിരുന്ന പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഡിവൈഎഫ്ഐ ചാരമൂട് മേഖലാ പ്രസിഡന്റും ബ്രാഞ്ച് സെക്രട്ടറിയുമായ അനൂപ്, SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിയമ വിദ്യാർത്ഥിയുമായ S. സച്ചു, അനുരാജ് എന്നിവരെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പ്രവർത്തകരായ അപ്പുരാജ്, വൈശാഖ്, അഖിൽ, രാഹുൽ എന്നിവർക്കും മർദ്ദനമേറ്റിരുന്നു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കരിമുളയ്ക്കൽ നിന്നും KP റോഡ് വരെ പ്രകടനം നടത്തി. പ്രവർത്തകരും പ്രദേശവാസികളും പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കുഴിവിള ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ചാരമൂട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി O. സജികുമാർ അധ്യക്ഷത വഹിച്ചു. R. രാജേഷ് MLA, G. രാജമ്മ, B. ബിനു, S. മുകുന്ദൻ, R. ബിനു, അഡ്വക്കേറ്റ് KR അനിൽകുമാർ, P. മധു, L. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കറ്റാനം. KSRTCയുടെ പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ ആദ്യഘട്ട ഇടക്കാല ആശ്വാസ വിതരണത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചതായി ഗതാഗത മന്ത്രി അറിയിച്ചു. 1500 രൂപ നിരക്കിൽ 4.02 കോടിയാണ് നൽകുന്നത്. KSRTCയുടെ പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഇടക്കാല ആശ്വാസ വിതരണം ആരംഭിച്ചതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കുമായി 26,819 പേർക്കും 1,500 രൂപ നിരക്കിൽ 4.2 കോടി രൂപയാണ് വിതരണം ചെയ്തത്. നവംബർ മുതൽ ഇടക്കാല ആശ്വാസം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് ഇറങ്ങിയത്. അടുത്ത മാസം മുതൽ ഈ തുക ശമ്പളത്തോടൊപ്പം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. KSRTCയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് വരെയാണ് ഇടക്കാല ആശ്വാസ വിതരണം നടക്കുന്നത്. ഇതിനുള്ള ചർച്ചകൾ റഫറണ്ടത്തിന് ശേഷം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ തോൽവി അംഗീകരിക്കുന്നതായി മണ്ഡലം പ്രസിഡന്റ് S. ശുഭദേവ് വ്യക്തമാക്കി. കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. നേതൃനിരയിലെ ഏകോപനമില്ലായ്മയും കാരണമായി. CPM-BJP അവിശുദ്ധ സഖ്യവും പരാജയത്തിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. ദേവികുളങ്ങരയിലെ കോൺഗ്രസിന്റെ പരാജയം ഉൾക്കൊള്ളുന്നതായി കോൺഗ്രസ് ദേവികുളങ്ങര പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് ശുഭദേവ് വ്യക്തമാക്കി. UDF-നും കോൺഗ്രസിനും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന അമിതമായ പ്രതീക്ഷയാണ് പരാജയ കാരണം. കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലെ സംഘടനാ ദൗർബല്യവും പരാജയത്തിന് ആക്കം കൂട്ടി. സംസ്ഥാനത്തെമ്പാടും പ്രകടമായ ഏകോപനമില്ലായ്മയും ഒരു ഘടകമായി മാറി. പ്രാദേശികമായി നേതൃത്വം നൽകാൻ നല്ല നിര ഇല്ലാഞ്ഞതും പരാജയത്തിന്റെ മറ്റൊരു കാരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 7 സീറ്റുകൾ ലഭിച്ചിരുന്നു. ഇത്തവണ 4 സീറ്റുകൾ കൊണ്ട് തൃപ്തിയടയേണ്ടി വന്നു. BJP-യും CPM-യുമായി ഉണ്ടാക്കിയ അവിശുദ്ധ സഖ്യം പല വാർഡുകളിലും ഉണ്ടായി. പരാജയപ്പെട്ടെങ്കിലും LDF, UDF വോട്ട് വ്യത്യാസം കുറച്ച് മാത്രമാണ്. 6 വാർഡുകളിൽ 50-ൽ താഴെയും 4 വാർഡുകളിൽ 25 വോട്ടുകൾക്കും താഴെയാണ് പിന്നിലായത്. ക്രിയാത്മക പ്രതിപക്ഷ നിരയായി കോൺഗ്രസ് നിലനിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2015-ലെ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നെങ്കിലും വീണ്ടും ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണത്തിലൂടെയുള്ള നേട്ടങ്ങൾ വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നൊരു ധാരണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 4 സീറ്റിൽ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒതുങ്ങേണ്ടി വന്നു.
അതുണ്ടായ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ പ്രവർത്തന ദൗർബല്യമാണ്. സംസ്ഥാന വ്യാപകമായിട്ടും അതേപോലെ പ്രാദേശികമായിട്ട് സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ പക്വമതികളായിട്ടുള്ള ആളുകളുടെ അപര്യാപ്തത, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഞങ്ങൾ മനസ്സിലാക്കുക. LDFും UDFും എന്ന ഒരു കണക്ക് താരതമ്യം ചെയ്യുമ്പോൾ കേവലം 150 വോട്ടിൽ താഴെയാണ് LDFിന് ഭൂരിപക്ഷമായി അവകാശപ്പെടാനുള്ളത്. 2 വാർഡുകളിൽ ഞങ്ങൾക്ക് റിബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ആ റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ പ്രധാന കക്ഷികളായിരുന്നു. ആ പ്രധാന കക്ഷികൾ നിന്നതുകൊണ്ട് ആ 2 വാർഡ് പരാജയപ്പെട്ടു. അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ BJPയും CPMുമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ടുണ്ടാക്കി. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വളരെ കൂടുതൽ പ്രതിഫലിക്കുകയുണ്ടായി. ഓരോ വാർഡുകളിലെയും വോട്ടിംഗ് നിലവാരം നോക്കുമ്പോൾ CPMും കോൺഗ്രസുമായിട്ട് വളരെ നേരിയ വോട്ടുകളുടെ വ്യതിയാനത്തിൽ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ടത്. ആ നേരിയ വ്യതിയാനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് എന്നതിൽ യാതൊരു തർക്കവും. CDNet ന്യൂസ്, ദേവികുളങ്ങര. ദേവികുളങ്ങരയിലെ NDA നേതൃത്വം നേടിയത് ചരിത്ര വിജയമെന്ന് നേതാക്കൾ പറഞ്ഞു. 4 സീറ്റുകൾ നേടിയത് BJPക്കുള്ള ജനപിന്തുണയാണ് വ്യക്തമാക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ NDA നേതൃത്വത്തിലുള്ള BJP സഖ്യം നേടിയത് ചരിത്ര വിജയമെന്ന് NDA നേതാക്കൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ BJP 4 സീറ്റുകളിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് വോട്ടർമാർ വിജയിപ്പിച്ചത്. കഴിഞ്ഞ തവണ 9ാം വാർഡിൽ മാത്രമായിരുന്നു NDAയുടെ വിജയം. എന്നാൽ 3 സീറ്റുകൾ ഇത്തവണ അധികമായി ലഭിക്കുകയും 6 വാർഡുകളിൽ 2ാം സ്ഥാനം എത്തുകയും ചെയ്തു. ദേവികുളങ്ങരയിലെ UDF ഭരണത്തിൽ മനംനൊന്ത വോട്ടർമാർ NDAക്ക് മുഴുവൻ വാർഡുകളിലും മികച്ച പിന്തുണയാണ് നൽകിയത്. ആര് ഭരിച്ചാലും പഞ്ചായത്തിന്റെ വികസനമാണ് NDAയുടെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ പാർട്ടികളെയും കുറച്ചു കാണുവാൻ BJP ആഗ്രഹിക്കുന്നില്ല. ക്രിയാത്മകമായ പ്രതിപക്ഷമായി തുടരും. പഞ്ചായത്തിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും നേതാക്കളായ പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് കുച്ചുമുറി, BJP ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയും തെരഞ്ഞെടുപ്പിൽ 3ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട K പ്രസാദ്, കർഷക മോർച്ച ജനറൽ സെക്രട്ടറി ബാബു എന്നിവർ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്നു. ഒരു വാർഡിൽ മാത്രമേ നമുക്ക് പഞ്ചായത്ത് മെമ്പറെ കിട്ടിയിട്ടുണ്ട്. അത് ദേവികുളങ്ങര പഞ്ചായത്തിന്റെ 9ാം വാർഡിൽ. ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 3 സീറ്റ് വർദ്ധിപ്പിച്ച് അങ്ങനെ 4 സീറ്റിൽ ജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ 3 വാർഡുകളിൽ 2ാം സ്ഥാനം. വരും കാലങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഈ വാർഡിലെ മെമ്പർമാരുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ. ഞങ്ങൾക്ക് രാഷ്ട്രീയം 2ാമതാണ്. 1ാമത് വാർഡിൻ്റെ വികസനം. ഈ നാടിൻ്റെ വികസനത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ദേവികുളങ്ങര പഞ്ചായത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകും. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളെയും കുറ്റപ്പെടുത്തുകയോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ആര് വേണമെങ്കിലും പഞ്ചായത്തിൽ മുൻതൂക്കം നിൽക്കുന്നവർക്ക് ഭരിക്കാം. പക്ഷേ ആർക്കും സഹായമെന്ന നിലയിൽ ഭരണപക്ഷത്തേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തക്കതായ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. 2ാം വാർഡും 3ാം വാർഡും 11ാം വാർഡും 10ാം വാർഡും 12ാം വാർഡും ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 10ാം വാർഡിന് പ്രതീക്ഷയുള്ളതായി. ഞങ്ങൾക്ക് ഏകദേശം 6 വാർഡുകളിൽ ജയിക്കാനുള്ള മത്സരങ്ങൾ നടത്തിയിരുന്നു. അതിൽ 4 എണ്ണം കിട്ടി, 3 എണ്ണം 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ വിധി എഴുതിയിട്ടുണ്ട്. CDNet ന്യൂസ്, ദേവികുളങ്ങര. കോൺഗ്രസിന്റെ ദുർഭരണത്തിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റാണ് ദേവികുളങ്ങരയിലെ വോട്ടർമാർ നൽകിയതെന്ന് LDF നേതാവ് S പവനനാഥൻ പറഞ്ഞു. വികസന മുരടിപ്പായിരുന്നു പഞ്ചായത്തിൽ UDF കാഴ്ചവെച്ചത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ദുർഭരണത്തിന് ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ LDFന്റെ വിജയമെന്ന് CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച LDF സ്ഥാനാർത്ഥിയുമായിരുന്ന S പവനനാഥൻ വ്യക്തമാക്കി. UDF ഭരണത്തിൽ ജനങ്ങൾ വലഞ്ഞിരുന്നു. വികസന മുരടിപ്പാണ് പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും ദർശിക്കുവാൻ സാധിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പല വികസന പദ്ധതികളും കോൺഗ്രസ് ഭരണസമിതി നടപ്പാക്കിയില്ല. സർക്കാരിന്റെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സാധാരണക്കാരിൽ എത്തിച്ചില്ല. വികസന മുരടിപ്പിനെതിരെയാണ് വോട്ടർമാർ പ്രതികരിച്ചത്. കഴിഞ്ഞ തവണ ഇടതിന് 7 സീറ്റുകൾ ലഭിച്ചിടത്ത് ഈ തവണ 8 സീറ്റുകൾ ലഭിച്ചു. കോൺഗ്രസിന്റെ പല സിറ്റിംഗ് സീറ്റുകളും പിടിച്ചെടുത്തു. BJPയുടെ ജയം കോൺഗ്രസിന്റെ വോട്ടുകൾ കൂട്ടമായി വാങ്ങിയതുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് ദുർബലപ്പെട്ട ഇടങ്ങളിൽ BJP വിജയിച്ചു. പ്രഗത്ഭരായ പല കോൺഗ്രസുകാരും തോറ്റു. ഇടതുമുന്നണി വികസന കുതിപ്പിനാണ് തുടക്കമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ദേവികുളങ്ങര പഞ്ചായത്ത് ഭരിച്ച UDFന്റെ നേതൃത്വത്തിൽ ഒരു വികസന വിരുദ്ധ വികാരമാണ്. നമ്മുടെ കേരള സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് തയ്യാറാകാത്ത ഒരു പഞ്ചായത്തായിരുന്നു ദേവികുളങ്ങര ഭരിച്ചിരുന്നത്. വികസന മുരടിപ്പാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദേവികുളങ്ങരയിൽ നടന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ദേവികുളങ്ങര പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടപ്പെട്ടു.
ഇപ്പോൾ കഴിഞ്ഞ തവണ 7 സീറ്റാണ് ദേവികുളം പഞ്ചായത്തിൽ LDF ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ചില സീറ്റുകൾ ഇടതുപക്ഷം ഇത്തവണ പിടിച്ചെടുത്തു. അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു 9ാം വാർഡ്. കഴിഞ്ഞ വർഷം BJP വന്ന വാർഡാണ് ഇത്തവണ തിരിച്ചു പിടിച്ചു. പുതുതായി 10ാം വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള 5, 8 നിലനിർത്തി. 7ാം വാർഡ് LDF-ൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇത്തവണ തിരിച്ചു പിടിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ദുർബലരായിപ്പോയി. അതിനുദാഹരണമാണ് 2, 3. 3-ൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് തോറ്റത്. പ്രധാനപ്പെട്ടവരുടെ നേതൃത്വമുള്ള സ്ഥലങ്ങളിലാണ് BJP കോൺഗ്രസിൽ നിന്നും സീറ്റ് പിടിച്ചെടുത്തത്. കോൺഗ്രസ് ദുർബലമായി പോയതാണ് BJP അവിടെ ജയിക്കാൻ കാരണം. CDNet ന്യൂസ്, ദേവികുളങ്ങര. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ പുതിയ CCTV നിരീക്ഷണ സംവിധാനത്തിന്റെ സമർപ്പണം നടത്തി. കുത്തിയോട്ട ആചാര്യൻ വിജയരാഘവക്കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള കുത്തിയോട്ട കലാക്ഷേത്രമാണ് നിരീക്ഷണ സംവിധാനം സമർപ്പിച്ചത്. ഇതിന്റെ സമർപ്പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു നിർവഹിച്ചു. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ പുതിയ CCTV നിരീക്ഷണ സംവിധാനത്തിന്റെ സമർപ്പണം നടന്നു. കുത്തിയോട്ട ആചാര്യൻ വിജയരാഘവക്കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള കുത്തിയോട്ട കലാക്ഷേത്രമാണ് നിരീക്ഷണ സംവിധാനം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചത്. ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. വാസു സമർപ്പണം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്ക് ഒരു CCTV സംഭാവന എന്നുള്ള നിലയിൽ നൽകിയ ചെട്ടികുളങ്ങര അമ്മയുടെ ഭക്തനായിട്ടുള്ള ശ്രീ വിജയരാഘവക്കുറുപ്പിനോടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KS രവി മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികളായ MK രാജീവ്, മനോജ് കുമാർ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ക്ഷേത്ര മേൽശാന്തി, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെട്ടികുളങ്ങര കുത്തിയോട്ട കലാക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു നാഴികക്കല്ല് എന്ന് പറയാവുന്ന നിമിഷങ്ങളാണ്. ഇത്രയും വലിയൊരു മഹാക്ഷേത്രത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം പഴയതായി, കേടായി എന്ന് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നെ വിളിച്ച് പറഞ്ഞു. ദേവി വിളിച്ച പോലെ, ദേവിയുടെ ഒരു നിയോഗം പോലെ ആ വിളി എൻ്റെ മനസ്സിൽ സ്പർശിച്ചു. അപ്പോൾ എനിക്കൊരു കുടുംബമുണ്ട്, എൻ്റെ സ്വകാര്യ കുടുംബം അല്ലാതെ ചെട്ടികുളങ്ങര കുത്തിയോട്ട കലാക്ഷേത്രം. ഈ മക്കൾ വിചാരിച്ചാൽ അത് അമ്മയുടെ തൃപ്പാദങ്ങളിൽ നിഷ്പ്രയാസം സമർപ്പിക്കാമെന്ന് എനിക്ക് തോന്നി. ഞാൻ അപ്പം തന്നെ വേണ്ടപ്പെട്ടവരോടൊന്ന് ആലോചിച്ചിട്ട് രാത്രി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ തിരിച്ചു വിളിച്ചിട്ട് അത് ഭഗവത് പാദങ്ങളിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാവരും ഒത്തുചേർന്ന് അക്ഷരാർത്ഥത്തിൽ ചൈതന്യപൂർണ്ണമായ ഒരു ചടങ്ങായി ഇത് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു. കർമ്മത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് സന്തോഷപൂർവ്വം നമ്മൾ ആ നിമിഷങ്ങൾ പിന്നിടുകയാണ്. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ വ്യാജമദ്യ ദുരന്തം തടയുന്നതിനായി എക്സൈസ്, പോലീസ്, റവന്യൂ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ കായംകുളത്ത് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പരിശോധന ഊർജിതമാക്കും. തെരഞ്ഞെടുപ്പ് ആക്രമണങ്ങളിൽ പ്രതിഷേധം. വിജയം ആക്രമണത്തിനുള്ള ലൈസൻസായി LDF കാണരുതെന്ന് DCC പ്രസിഡന്റ്. കരിമുളയ്ക്കലിലെ ആക്രമണത്തിനെതിരെ CPM യോഗം നടത്തി. ശനിയാഴ്ച ജില്ലയിൽ 465 പേർക്ക് കൂടി കോവിഡ്. 447 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിൽ 24 പേർക്ക് കോവിഡ്. കായംകുളം ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് റോഡ് ജനുവരിയിൽ നാടിന് സമർപ്പിക്കുമെന്ന് U പ്രതിഭ MLA. കിഫ്ബി വഴി 20 കോടിയാണ് മുതൽ മുടക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.